സ്പോട്ട് ലൈവ് തുടരുന്നു. എറണാകുളം മാഞ്ഞാലിയിലെ ഗുണ്ടാ നേതാവായ റിയാസിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ തോക്കുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തോക്ക് 3 വർഷം മുൻപ് പെരുമ്പാവൂർ അനസ് നൽകിയതെന്നാണ് റിയാസിന്റെ മൊഴി. റിയാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവന്നത്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് സുരക്ഷ ഒരുക്കാൻ തോക്ക് ഉപയോഗിച്ചതായും സംശയമുണ്ട്. 2021 ജൂണിൽ രാമനാട്ടുകര വാഹനാപകടത്തിനിടയാക്കിയ ചേസിംഗിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഈ തോക്ക് ഉപയോഗിച്ചു എന്നാണ് നിഗമനം. ചെർപ്പുളശ്ശേരിയിലെ കൊട്ടേഷൻ സംഘാംഗങ്ങളെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ ദിവസമാണ് ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട അനസിന്റെ തോക്ക് തേടിയുള്ള പോലീസിന്റെയും ATSന്റെയും അന്വേഷണം മാഞ്ഞാലിയിലെ റിയാസിന്റെ വീട്ടിലെത്തിയത്. റിയാസിന്റെ വീട്ടിൽ നിന്നും 4 തോക്കുകൾ കണ്ടെടുത്തിരുന്നു. റിയാസിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ ഈ തോക്കുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതായത് ഈ തൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത 4 തോക്കിൽ 2 എണ്ണം പെരുമ്പാവൂർ അനസ് നൽകിയതാണെന്ന് റിയാസിന്റെ മൊഴിയുണ്ട്. പക്ഷേ പെരുമ്പാവൂർ അനസിന്റെ കൈവശം ഉണ്ടായിരുന്നത് 3 തോക്കാണ്. അങ്ങനെയെങ്കിൽ ആ 3ാമത്തെ തോക്ക് എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ റിയാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 4 തോക്കിൽ 2 എണ്ണം പെരുമ്പാവൂർ അനസിൻ്റെതാണെങ്കിൽ മറ്റ് 2 എണ്ണം ആരുടേതാണ് എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ നവമി? റിയാസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകളുടെ കുറച്ച് ചുരുളഴിയുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത്. അതിന് ഒരു 4 വർഷം മുമ്പ് രാമനാട്ടുകരയിൽ നടന്ന, അതായത് 2021 ജൂണിൽ രാമനാട്ടുകരയിൽ നടന്ന ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട ഈ തോക്കിന് ബന്ധമുണ്ടെന്നുള്ളൊരു സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അന്ന് 2021 ജൂലൈയിൽ പുലർച്ചെ നടന്നൊരു വാഹനാപകടം, ആദ്യം ഒരു സാധാരണ വാഹനാപകടമെന്ന് പോലീസ് കരുതി അതിൽ 5 യുവാക്കൾ മരിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അതൊരു കൊട്ടേഷൻ സംഘം അംഗങ്ങളുടെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 5 പേരും കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്നും പോലീസ് കണ്ടെത്തിയത്. അതാകട്ടെ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചെർപ്പുളശ്ശേരി എന്നുള്ള ഒരു കൊട്ടേഷൻ സംഘ അംഗങ്ങളാണ് മരിച്ചതെന്ന് പോലീസിന് അറിയുകയും ചെയ്തു. അത് കൊടുവള്ളി സംഘാംഗങ്ങൾ, അതായത് എയർപോർട്ടിൽ നിന്നും കടത്താൻ ഉദ്ദേശിച്ച സ്വർണവുമായി അതിനെ ചേസ് ചെയ്തു പോയ വാഹനമായിരുന്നു ചെർപ്പുളശ്ശേരി സംഘാംഗങ്ങളുടേത്. അതാണ് വാഹനാപകടത്തിൽ പെടുകയും 5 പേരുടെ മരണത്തിനിടയാക്കുകയും ഒക്കെ ചെയ്തത്. 4 വർഷങ്ങൾക്കിപ്പുറം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ട ഔറംഗസീബിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് 2021 നടന്ന ആ ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട ഈ തോക്കിന് ബന്ധമുണ്ടെന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതായത് റിയാസിന്റെ വീട്ടിൽ, മാഞ്ഞാലിയിലുള്ള റിയാസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത തോക്ക്, അത് 4 തോക്കുകളാണ് പിടിച്ചെടുത്തത്. അതിൽ 2 എണ്ണം പെരുമ്പാവൂർ അനസ് എന്ന കൊട്ടേഷൻ തലവന്റെയാണ്, ഗുണ്ടാ തലവന്റെ തോക്കുകളാണ്. ഈ 2 തോക്കുകളും ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാമനാട്ടുകര വാഹനാപകടവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ സ്വർണം കടത്തുന്നതിന് വേണ്ടി ചെർപ്പുളശ്ശേരി സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുകളാണ്. അന്ന് അവർ ആ ഒരു ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച തോക്കുകളാണ് 4 വർഷം കഴിഞ്ഞ് റിയാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതെന്നുള്ളൊരു സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. റിയാസ് പറയുന്നുണ്ട് ഇത് ചെർപ്പുളശ്ശേരി സംഘത്തിന് അന്ന് സ്വർണം കടത്തുന്നതിന് വേണ്ടി നൽകിയ പെരുമ്പാവൂർ അനസ് നൽകിയ തോക്കുകളാണ്. പെരുമ്പാവൂർ അനസ് നൽകിയ 2 തോക്കുകളാണ് ഇന്ന് പോലീസ് പിടിച്ചെടുത്ത തോക്കെന്നാണ് റിയാസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. റിയാസിന്റെ പെരുമ്പാവൂർ അനസിന്റെ കയ്യിൽ 3 തോക്കുകളാണുള്ളത്. ഇതുവരെ ഈ ചെർപ്പുളശ്ശേരി സംഘം ചിത്രത്തിലില്ലായിരുന്നു. ഇപ്പോൾ ഈ ചെർപ്പുളശ്ശേരി സംഘത്തെ കുറിച്ചുള്ള മൊഴിയും റിയാസ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി അന്വേഷണം നീങ്ങേണ്ടത് ചെർപ്പുളശ്ശേരിയിലെ കൊട്ടേഷൻ സംഘങ്ങളിലേക്കാണ്. പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അന്വേഷിച്ചറിയുക, അതോ അതിനപ്പുറം ഈ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത്, മറ്റ് തട്ടിക്കൊണ്ടുപോകൽ, സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള പല വിഷയങ്ങളെക്കുറിച്ചും പല കേസുകളുമായി ബന്ധപ്പെട്ടും വീണ്ടും ഒരു പുനരന്വേഷണം നടത്താനുള്ള സാധ്യത കൂടി കാണണോ നവമി? തീർച്ചയായും ടോം, പോലീസ് ഈ തോക്കുമായി ബന്ധപ്പെട്ട ഈ റിയാസിന്റെ വീട്ടിൽ നിന്നും നടത്തിയ, അല്ലെങ്കിൽ പെരുമ്പാവൂർ അനസിന്റെ അനുയായികളുടെ വീട്ടിൽ നിന്നും നടത്തിയ
റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമായിരുന്നു തുടക്കത്തിൽ പോലീസിന്റേത് എങ്കിൽ ഇപ്പോൾ അത് വീണ്ടും നീണ്ടിരിക്കുകയാണ്. ചെർപ്പുളശ്ശേരി സംഘത്തിലേക്ക് നീങ്ങുന്നു. ഇവർ ഈ തോക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? കാണാതായ പെരുമ്പാവൂർ അനസിന്റെ ഒന്നാമത്തെ തോക്ക് എവിടെയാണ്? ആ തോക്ക് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വർണ്ണക്കടത്തിനോ അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്കോ വധശ്രമത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെ ഒരു തോക്ക് വയനാട്ടിലുള്ള ഒരു റിസോർട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള പോലീസിന് വിവരം ലഭിക്കുന്നു. ഈ വിവരം ലഭിച്ച ഉടനെ പോലീസ് ആ റിസോർട്ടിൽ പോയി പരിശോധിക്കുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ റിയാസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഈ റിസോർട്ടിലെത്തി പരിശോധിക്കുന്നുവെങ്കിലും ആ കുഴിച്ചിട്ട തോക്ക് ഇപ്പോൾ കാണാനില്ല. ഇത് തന്നെയാണ് പോലീസിന് സംശയം വർദ്ധിപ്പിക്കുന്നത്. ഇതിപ്പോൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? ആരായിരിക്കും ഈ തോക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവുക? ഇനി ഇവർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടക്കുമോ? ഈ തോക്ക് മറ്റേതെങ്കിലും വിധത്തിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നീ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിടിച്ചെടുത്ത 2 തോക്കുകളും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെന്ന് റിയാസ് പറയുകയും ചെയ്തു. അത് ഏത് വിധത്തിലാണ് പരീക്ഷിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇനി ചെർപ്പുളശ്ശേരി സംഘത്തിലെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. അന്ന് രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട 5 പേർ ചെർപ്പുളശ്ശേരി സംഘത്തിലെ 5 പേരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ബാക്കിയുള്ളവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും. വിശദമായ ചോദ്യം ചെയ്യലുകൾ, പെരുമ്പാവൂർ അനസിലേക്ക് നീളുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോലീസിന്റെ തീർച്ചയായും. കാരണം ഈ നിലവിലെ ഈ തോക്കുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ പോലും സമാന്തരമായി പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമുണ്ട്. അനസ് വിദേശത്തേക്ക് വ്യാജ പാസ്പോർട്ടിൽ കടന്നതുമായി ബന്ധപ്പെട്ട കാര്യവും കൊച്ചി സിറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ന്യൂസ് 18 മറ്റൊരു കാര്യം കൂടി പുറത്തുവിട്ടിരുന്നു. അധിനാൻ എന്ന താമരശ്ശേരി സ്വദേശിയുടെ അധിനാന്റെ വീട്ടിൽ കൊട്ടേഷൻ ആക്രമണം നടത്തുന്നു, അതിന് പിന്നിലും പെരുമ്പാവൂർ അനസാണെന്ന കൃത്യമായ വിവരങ്ങൾ, ശബ്ദ സന്ദേശവും വീഡിയോ CCTV ദൃശ്യങ്ങൾ സഹിതം ഉള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത നീക്കങ്ങൾ ഇതോടൊപ്പം തന്നെ അനസുമായി ബന്ധപ്പെട്ട മറ്റ് ക്രിമിനൽ കേസുകളും പോലീസ് കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും ടോം, ഈ കേസുമായി ബന്ധപ്പെട്ട അതായത് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട എല്ലാവിധ കേസുകളും വീണ്ടും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഈ രാമനാട്ടുകരയിലെ അപകടവുമായി ബന്ധപ്പെട്ട ഈ തോക്കുകൾക്കും ഈ സംഘത്തിനും ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് തന്നെ കൂടുതൽ അന്വേഷണം, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയിൽ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിൽ ഇനിയും പുറത്തു വരാനിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തു വരാത്ത പല കേസുകളുമായി ഇതിൽ ബന്ധമുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ അനസിന്റെ അനുയായികൾ അല്ലെങ്കിൽ പെരുമ്പാവൂർ അനസിൽ നിന്നും വിട്ടുപോയ മറ്റു ചിലരുകൾ ഇവരിൽ നിന്നൊക്കെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. UAPA ചുമത്തി പിന്നീട് ജയിലിൽ നിന്ന് 6 മാസത്തെ ശിക്ഷയ്ക്ക് ശേഷം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ പെരുമ്പാവൂർ അനസ് എറണാകുളം ജില്ലയിലേക്ക് വിലക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ചെർപ്പുളശ്ശേരിയിലേക്ക് പോവുകയും അവിടെ പെരുമ്പാവൂർ അനസിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത പല കൊട്ടേഷൻ സംഘാംഗങ്ങളും വ്യക്തികളും ഉണ്ടെന്ന് പോലീസിന് മനസ്സിലാകുകയും ചെയ്തു. എന്തായാലും ഇവരടക്കമുള്ളവരിലേക്കുള്ള അന്വേഷണം നീളും. ഇവരിലെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും അറസ്റ്റും റെയ്ഡുകളും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളൊരു വിവരം കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ടോം.